أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلهكم إله واحد لا إله إلا هو الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ 164 ആയത്താണ്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങളുടെ ദൈവം ഏക ദൈവമാകുന്നു, പരമകാരുണ്യകനും കരുണാമയനുമായ അവനല്ലാതെ വേറെ ഒരാരാധ്യനുമില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാണ്, അവനെ കൂടാതെ മറ്റൊരാരാധ്യനുമില്ല. ആ ദൈവം പരമകാരുണ്യകനും കരുണാമയനുമാണ്. ഇത്തരത്തിൽ പരിപൂർണ ഗുണവിശേഷമുള്ള ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമെന്താണ്? നിങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനിൽ പരിപൂർണമായി വിശ്വസിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുക. അവൻ ഒരിക്കലും തന്നെ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾക്ക് മുകളിൽ വിജയം നൽകുന്നതല്ല. ഇനിയൊരു പക്ഷേ നിങ്ങളുടെ തോണി ഒരു ദുർഘടമായ ചുഴിയിൽപ്പെട്ടാലും ആ ദൈവം അതിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് വിജയത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാൻ ഓർക്കുന്നു, മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഞാൻ ബഹിഷ്തി മഖ്ബറയിൽ നിന്ന് ഒരു തോണിയിൽ വരികയാണ്. എൻ്റെ കൂടെ മറ്റു ചില ആളുകളുമുണ്ട്. വഴിയിലൊക്കെ നല്ല വെള്ളമുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതുപോലെയാണ്. ഞങ്ങൾ ആ ചെറുപാലത്തിൻ്റെ അടുത്തെത്തി. അവിടെ ആളുകൾക്ക് വരാനും പോകുന്നതിനും 2 തടിക്കഷ്ണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ കാണുന്നത് തോണി ഒരു ചുഴിയിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ തോണിയിലുണ്ടായിരുന്ന എല്ലാവരും പേടിക്കാൻ തുടങ്ങി. യാത്രക്കാർ അത്യധികം ദുഃഖിതരായപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. ആ കൈയിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നത്, ഇവിടെ ഒരു പീർ സാഹിബിൻ്റെ ഖബറുണ്ട്, അവരോട് നിങ്ങൾ അഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ തോണി ചുഴിയിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശിർക്കാണ്. ഞങ്ങളുടെ ജീവൻ പോയാലും ഞാൻ ഒരിക്കലും ഇതിന് സന്നദ്ധനാകുന്നതല്ല. നിഷേധത്തിനനുസരിച്ച് ചുഴിയുടെ വ്യാപ്തിയും ശക്തിയും കൂടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ചിലർ പറഞ്ഞു, ഇതിലെന്താണ് തെറ്റ്? അവർ പീർ സാഹിബിൻ്റെ പേരിൽ ഒരു കത്തെഴുതി ഞാനറിയാതെ വെള്ളത്തിലിട്ടു. എന്നാൽ ഞാനിതറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ പറഞ്ഞു, ഇത് ശിർക്കാണ്. അങ്ങനെ അടുത്ത ക്ഷണത്തിൽ തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ആ പേപ്പർ എടുത്ത് തിരിച്ചു വന്നു. ഞാൻ ഇത് ചെയ്ത ഉടനെ തോണി ചുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ, ഒരു മുഅ്മിൻ്റെ അഥവാ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങൾ വന്നാലും അവൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അവനെ കൂടാതെ മറ്റൊന്നിൻ്റെയും ഭയം ഹൃദയത്തിൽ വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നത്, അവൻ ഏകനായ ഒരു ദൈവം മാത്രമാണെങ്കിൽ അവൻ ഞങ്ങളോട് എങ്ങനെ വർത്തിക്കും എന്ന് ഞങ്ങൾക്ക് എന്തറിയാം? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവൻ റഹ്മാനും റഹീമുമാണ് എന്ന്. അവൻ സദാ സ്നേഹത്തോടെ പെരുമാറുന്നവനും ഒരിക്കലും തൻ്റെ ദാസനെ കൈവടിയാത്തവനുമാണ്. നോക്കുക, ആ ദൈവം ഒരു ഉപാധിയും കൂടാതെ തന്നെ അളവറ്റ അനുഗ്രഹം ചൊരിയുകയുണ്ടായി. അങ്ങനെ മനുഷ്യൻ ഇവയിൽ നിന്നും പ്രയോജനം കൈക്കൊള്ളുകയാണെങ്കിൽ
റഹീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനിൽ കൂടുതലായി കരുണ ചൊരിയുന്നു. ഈ കാരുണ്യത്തിൻ്റെ പരമ്പര നടന്നുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അളവറ്റ അനുഗ്രഹം ചൊരിയുന്നവനും വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്നുള്ളതാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.